നിന്റെ കുട്ടിക്കളിയൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ? നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു കമൻ്റാണത്. അവിടെയാണ് എല്ലാം പാളിയത്. കാരണം മാറരുതായിരുന്നു. ഈ കുട്ടിക്കളി മാറിയതാണ് ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. നമ്മുടെ ഈ ഡിപ്രഷൻ്റെയും ഈ ഡിസ്ഫങ്ഷണൽ ആവുന്നതിൻ്റെയും ഈ എനർജി കുറവിൻ്റെയും ഒക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ന് മെച്യൂർ ആവാൻ ശ്രമിച്ചോ അന്നാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഞാൻ ഈ കുട്ടിക്കളി എന്ന് പറയുന്ന സമയത്ത് ഈ ക്യൂട്ട്നെസ് വാരി വെതറുന്നതല്ല കുട്ടിക്കളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ക്യൂരിയോസിറ്റി, ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യാനും നമ്മളൊന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് എനർജി ഉണ്ടായിരുന്നു, ഒരുപാട് ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ടായിരുന്നു. ഈ മെച്യൂർ ആവാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് ഫാക്ടർ പോയി. ആ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലോ അടിക്കുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ. അത് എന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു, എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്, ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അന്ന് തുടങ്ങും നമ്മുടെ അടുത്ത ഫേസിലേക്കുള്ളൊരു യാത്ര. ഇപ്പോഴും കമ്പയർ ചെയ്ത് നോക്കുക, നമ്മൾ എന്ന് മെച്യൂർ ആയി തുടങ്ങിയോ അന്ന് നമ്മുടെ ഈ എക്സൈറ്റ്മെന്റ് കുറഞ്ഞു തുടങ്ങി. നമുക്ക് ഒരു കാര്യത്തിനോടും അത്ര ക്യൂരിയോസിറ്റി പ്രകടിപ്പിക്കാൻ പറ്റാതെയായി. നമുക്ക് ഒരു കാര്യത്തിലും ഓവർ ദ ടോപ്പ് എക്സൈറ്റ്മെന്റ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. കാരണം അവരെന്ത് വിചാരിക്കും? കുട്ടികളെ നോക്കി, ആരെന്ത് വിചാരിച്ചാലും അവർക്കൊരു കാര്യം ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ചെയ്യരുതെന്ന് പറഞ്ഞാലും അവരെന്തെങ്കിലും ഒരു വഴിയിൽ അത് ചെയ്തിരിക്കും. ആ ഒരു ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ്, ആ ഒരു ലെവൽ ഓഫ് ഒരു എനർജി, അതാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ശരീരത്തിന് പ്രായമാവാം, ഓരോ ദിവസവും നമ്മൾ പ്രായം കൂടി തന്നെയാണ് വരുന്നത്. പക്ഷെ മനസ്സിന് പ്രായമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കൊരു പരിധി വരെ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് വരുന്നു, എന്തുകൊണ്ട് നമ്മൾ ഡിസ്ഫങ്ഷനായി മാറുന്നു, എന്തുകൊണ്ട് നമ്മുടെ ആ പഴയ എനർജി ലെവൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു? ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അത് ഫിസിക്കലായിട്ടല്ല, അത് മെയിനായിട്ട് അത് വരുന്നത് നമ്മുടെ മെൻ്റലിയാണ്. സോ അതിന് നമ്മൾ ഈ ഓവർ മെച്യൂർ ആവുന്നത് നിർത്തി നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ക്യൂരിയോസിറ്റിക്കും വേണ്ടി കുറച്ചൊരു സമയം കൊടുക്കുക. നമ്മൾ ചെറുതാവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെയിലി എക്സ്പ്ലോർ ചെയ്യാനും ഇതെന്താണ് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്കും വേണ്ടി കളഞ്ഞിട്ടുണ്ട് സമയം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം പോകുന്നത്? നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ചും കൺസേൺഡ് അല്ല, നമ്മൾ ഒരു കാര്യത്തിലും എക്സൈറ്റഡ് അല്ല, നമ്മൾ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റഡ് അല്ല. അവിടെയാണ് നമ്മുടെ അധപ്പതനം തുടങ്ങിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്കളിയെ ഉണർത്തുക. കാരണം നോബഡി ഈസ് ഗോയിങ് ടു റിവീൽ ദിസ് ഇസ് ദ ക്യൂർ, ദിസ് ഇസ് ദ ഹീലിംഗ് വിച്ച് വി വാണ്ടഡ്. ഈ ഒരൊറ്റ കാര്യത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി നമ്മുടെ മൊത്തം ലൈഫിലുള്ള ഔട്ട്ലുക്ക് മാറാൻ. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഈ മെച്യൂരിറ്റിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നടക്കില്ല. വാട്ട് ഇഫ് വി വാണ്ടഡ് ടു ട്രൈ സംതിങ്? നമ്മൾ ഇതുവരെ ചെയ്യാത്ത, നമ്മുടെ പെർസോണയുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത ഒരു പുതിയ സംഭവം, അതെന്തോ ആയിക്കോട്ടെ, ഒരു ആർട്ട് ട്രൈ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കരിയർ പാത്ത് ട്രൈ ചെയ്യാനാണോ? ഇതൊന്നും നമ്മൾ ലേറ്റ് ആയിട്ടില്ല. സോ വാട്ട് വി ഹാവ് ഡൺ ടു അവർ സെൽസ് ഇസ് വി മെയ്ഡ് അവർ സെൽസ് ഇൻ എ കേജ് കോൾഡ് മെച്യൂരിറ്റി. ആ കേജിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ അയ്യോ ഇതെല്ലാം ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ള തോന്നൽ. ശരിയാവണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. Stop being mature, stop acting mature, just bring back the child within you and start living the way you wanted to. Hashtag.